നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. എൻ്റെ പകലുകൾക്ക് നീയൊരു ഹരമായിരുന്നു, എൻ്റെ രാവുകൾക്ക് നീയൊരു വസന്തമായിരുന്നു, എൻ്റെ സ്വപ്നങ്ങൾക്ക് നീയൊരു മുതൽക്കൂട്ടായിരുന്നു. അന്നെൻ്റെ വിചാരവും വികാരവും നീയായിരുന്നു, ഇന്നെൻ്റെ വിഷാദവും. അതെ, എന്തൊക്കെയുണ്ട്? എൻ്റെ ശബ്ദം കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആരോ കൊങ്ങയ്ക്ക് പിടിച്ച പോലെയല്ലേ. എന്താ ചെയ്യുക, ഒരു വൈറൽ ഫീവർ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുക. കംപ്ലീറ്റ് ആയിട്ട് എന്നെ തകർത്തിട്ടില്ല, കീഴടക്കാനുള്ള ശ്രമങ്ങളെ ഞാൻ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പ്രണയിക്കുന്ന എല്ലാവർക്കുമായിട്ട് ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സിൻ്റെ നേരമാണ്. സോ ഞാനെങ്ങനെ വരാതിരിക്കും? സ്റ്റേ ട്യൂൺഡ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു മാത്രമല്ല, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റും കൂടെ ഉണ്ട്, ശ്രീജിത്ത് രവി. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഗുണ്ടയെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ശ്രീജിത്ത് രവിയാണ് എൻ്റെ കൂടെ. കാഴ്ചയിൽ മാത്രമാണ് ഒരു ഗുണ്ട, അതോ റിയൽ ലൈഫിലും ഒരു ഗുണ്ട തന്നെയാണോ? റിയൽ ലൈഫിൽ ഗുണ്ടയാണെങ്കിൽ നിങ്ങൾ ഈ കൺസോളിന്റെ അടുത്ത് തന്നെ ഇരിച്ചില്ലല്ലോ. നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സ്റ്റുഡിയോ, നമ്മൾ രണ്ടുപേരും മാത്രമുള്ള സ്റ്റുഡിയോയിൽ തന്നെ അത് ധൈര്യമായിട്ട് കയറ്റിയിരുത്തണമെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ ഗുണ്ടയല്ലല്ലോ. എനിക്കും ഒരു ചിന്ത ഉണ്ടാവണം, ഇദ്ദേഹം എന്തായാലും ഒരു ഗുണ്ടയല്ല. സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലല്ലോ സംസാരിക്കുമ്പോൾ, ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. ശരിക്കും ഭയങ്കര സോഫ്റ്റ് ആണോ? ശരിക്കും എന്റെ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം. ഭാര്യ എന്ന് പറഞ്ഞപ്പോഴാ ഒരു പ്രണയകഥ അവിടെ ഇവിടെയൊക്കെ തട്ടി വന്നൊരു മണം അടിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും പ്രണയകഥയുടെ യാത്രയുടെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ നമ്മൾ ആ യാത്ര മുഴുവനെന്ന് അറിയും. പക്ഷെ അതിന് മുന്നേ ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പ്രണയത്തിൻ്റെ ഒരു യാത്രയിലായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും. ഇന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് ശ്രീജിത്ത് രവി പറഞ്ഞു, എത്ര നാളായി യാത്ര തുടങ്ങിയിട്ട്? പ്രണയം കല്യാണത്തിന് ഒരു 2 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അന്നത്തെ പ്രണയം എങ്ങനെയായിരുന്നു? എവിടെ വെച്ച് തുടങ്ങി? ആര് പറഞ്ഞു? പ്രണയം ആദ്യം അങ്ങനെ സത്യത്തിൽ ആരും പ്രണയം പറഞ്ഞിട്ടില്ല. പ്രണയിക്കുന്നതിന് മനസ്സിലായ ഒരു അവസ്ഥയായിരുന്നു. നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു? എൻ്റെ ഭാര്യയുടെ പേര് സജിത എന്നാണ്. അപ്പോൾ സഞ്ജു എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ സഞ്ജു പാലക്കാട് മേഴ്സി കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ സത്യമാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവിടുത്തെ ഒരു പരിപാടിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചതാണ് എന്നെ. ആ പരിപാടിക്ക് ഞാൻ പോയിട്ടുമില്ല, പോകാൻ പറ്റിയിട്ടില്ല അന്ന്. അപ്പോൾ കാഴ്ച എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ. ഞാൻ തൃശ്ശൂരും ഇവിടെ പാലക്കാട് ഹോസ്റ്റലിലുമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു ഫോൺ വിളി വരുന്നത്. ഒരു ഫോൺ വിളി, അത് അവിടുത്തെ ലാൻഡ് ലൈൻ, അവിടുത്തെ പുറത്തെ അതൊരു ബൂത്തിൽ നിന്നുള്ള ലാൻഡ് ലൈൻ വിളിയായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞാൽ മേഴ്സി കോളേജിൽ ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വല്ലാതെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകും. വേണ്ട, ഡീറ്റെയിൽസ് പറയണ്ട. പക്ഷെ കഥ എന്താണെന്നറിയാനായിട്ട് എനിക്ക് ആകാംക്ഷയുണ്ട്. എനിക്ക് മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും. അതെ, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണോ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക്. നമ്പർ 56070, ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അപ്രതീക്ഷിതമായിട്ടൊരു ഫോൺ കോൾ, അതാണ് ശ്രീജിത്ത് രവിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ശ്രീജിത്ത്, പിന്നെ എന്താ സംഭവിച്ചത്? ഈ ഫോൺ വന്നതിന് ശേഷം പിന്നീട് സ്വാഭാവികമായിട്ടും കുറച്ച് എനിക്ക് ആരാണെന്ന് സത്യത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കോളുകൾക്ക് ശേഷമാണ് ഇതൊരു കോളാണെന്ന് മനസ്സിലായത്. അതിനിടയിൽ തന്നെ 1-2 സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ ഈ സഞ്ജുവിനെ കണ്ടിട്ടുണ്ട്, അതിന് മുമ്പേ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഇത് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരാളോട് സംസാരിക്കായിരുന്നു. ആ കാണുന്ന കുട്ടി സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുട്ടിയൊന്നുമല്ല. സഞ്ജുവിന്റെ ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഒരു റിലേറ്റീവാണ്, എൻ്റെ വളരെ അടുത്ത റിലേറ്റീവ്. അപ്പൊ പലപ്പോഴും പല പരിപാടികൾക്കും കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ നമുക്ക് തോന്നാവുന്ന ഒരു വികാരം അവിടെ വെച്ച് തോന്നിയിട്ടുണ്ട്. അവിടെ വെച്ച് സത്യത്തിൽ എൻ്റെ കല്യാണാന്വേഷണങ്ങൾ വളരെ കൊടുമ്പിരി കൊണ്ട് തുടങ്ങുന്ന ഒരു സമയത്താണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ കുട്ടി തിരക്കേട്ടില്ലല്ലോ, നമുക്കൊന്ന് അന്വേഷിച്ചു എന്ന് ചോദിച്ചാൽ. അപ്പൊ അമ്മ എന്തുകൊണ്ടോ അന്ന് അന്വേഷിച്ചിട്ട്
ഒരു ആരോ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് കിട്ടിയത്. കാരണം വളരെ ചെറിയ കുട്ടിയാണ്, +1 പഠിക്കുകയാണെന്നാണ് അന്ന് പക്ഷെ +1 ആയിരുന്നില്ല, അന്ന് ഓൾറെഡി മേഴ്സി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിനൊരു സമാധാനമായി. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പ്രണയ കഥ നടന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ കൂടെ ആയിരിക്കണം കേട്ടോ, കാരണം ഇവിടെ മാത്രം കണക്കിന് റൊമാൻസ്.